ഇവിടെ ഒരുത്തൻ ഇന്നാണ് ആദ്യമായിട്ട് മകൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനായി മുട്ട വെച്ച് എന്തോ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് കരിഞ്ഞു പോയി. എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഒരു ലഞ്ച് ബോക്സ് റെഡിയാക്കി. ഇപ്പൊ അയാൾ റെഡിയാക്കിയ ലഞ്ച് ബോക്സ് ടേബിളിന്റെ മേലെ വെച്ചു. കൂടെ ഒരു ലെറ്ററിൽ ഇനി മുതൽ ഞാനാണ് നിനക്ക് ലഞ്ച് ഉണ്ടാക്കി തരുക എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അത് കണ്ട മകൾക്ക് തന്നെ വിശ്വാസം വന്നില്ല. കാരണം അയാൾ ഡിവോഴ്സ് ആയത് മുതൽ ഫ്രണ്ട്സിന്റെ ലഞ്ചാണ് ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മകൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടരുതെന്ന് പറഞ്ഞ് നേരത്തെ എണീച്ചാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ എന്ന് പറഞ്ഞ അവൾ അത് എടുത്തോണ്ട് സ്കൂളിലേക്ക് പോയി. അവിടെ പോയി ലഞ്ച് ടൈമിൽ അത് ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൽ ഉപ്പ് കൂടുതലാണ്. പോരാത്തതിന് കരിഞ്ഞ സ്മെൽ അടിക്കുന്നത് കൊണ്ട് അത് കഴിക്കാൻ പറ്റുന്നില്ല. അത് കണ്ട ഫ്രണ്ട്സ് അവരുടെ ലഞ്ച് ബോക്സ് അവൾക്ക് ഷെയർ ചെയ്തു. എന്നാൽ അവൾ സാരമില്ല എന്ന് പറഞ്ഞ് അത് തന്നെ കഴിച്ചു. അന്ന് നൈറ്റ് അവളുടെ അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്തിട്ട് ഇനി മുതൽ കുക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു പോയി. എന്നാൽ അയാൾ എന്നും കുക്ക് ചെയ്യും. കാരണം മകൾ ഒരിക്കലും ഫുഡില്ലാതെ കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചു. ഒരു ദിവസം ശരിക്കും വേകാത്ത ഫുഡാണെങ്കിൽ വേറൊരു ദിവസം കരിഞ്ഞ ഫുഡാണ്. സോ എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ഇന്റർനെറ്റ് നോക്കി പഠിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ലൈറ്റ് ആയാലും നൂഡിൽസ് എങ്കിലും ഉണ്ടാക്കി കൊടുത്തയക്കും. ആ പെണ്ണ് ഓരോ ദിവസവും ഇന്ന് എന്തായിരിക്കുമെന്ന് പേടിച്ചാണ് ആ ലഞ്ച് ബോക്സ് തുറക്കുന്നത്. ഒരു ദിവസം ക്ലാസ് ഫുള്ള് എന്തോ ചീഞ്ഞ സ്മെല്ല് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഇവൾക്ക് അവളുടെ ലഞ്ച് ബോക്സ് ആയിരിക്കുമെന്ന് ഡൗട്ട് വന്നു. അതെടുത്തിട്ട് പോയി സ്കൂളിന്റെ റൂഫിൽ പോയി തുറന്നു നോക്കിയാൽ അതിൽ വെച്ചിരിക്കുന്ന ഫുഡ് ചീത്തയായിട്ടുണ്ട്. കാരണം അയാൾ രാവിലെ നേരത്തെ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ലഞ്ച് ടൈം ആവുമ്പോഴേക്കും ചീത്തയാകും. അങ്ങനെ 6 മാസം കഴിഞ്ഞു. നോക്കിയാൽ അച്ഛൻ ഇപ്പോ നന്നായി ഇംപ്രൂവ് ആയി. ഓരോ ദിവസം ഓഫീസിൽ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് എഴുന്നേറ്റ് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വന്നതും നാളെ മുതൽ എന്റെ ഒരു ഫ്രണ്ടിനും കൂടെ ഒരു ബോക്സ് റെഡിയാക്കി തരാൻ പറഞ്ഞു. അതിനായി അയാൾ കുറച്ചുകൂടെ നേരത്തെ എണീറ്റു. കഷ്ടപ്പെട്ട് 2 ബോക്സ് ഉണ്ടാക്കി കൊടുത്തയച്ചു. നോക്കിയാൽ ഇത്രയും കാലം മകൾ ഫുഡിന് കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച് ഉറക്കം കളഞ്ഞു ഉണ്ടാക്കി കൊടുത്ത ഫുഡ് അവൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ടിനാണ് കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുന്നത്.